സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. പാകിസ്ഥാനിലെ സർവാധികാരി എന്ന് വിളിക്കാവുന്ന അവിടുത്തെ പട്ടാള ജനറൽ അസിം മുനീറിന് ഇന്ത്യയിൽ ആറ്റം ബോംബിടാൻ ഭയങ്കര മോഹം. ഇദ്ദേഹം അത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മണ്ണിൽ നിന്നാണ് പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ മണ്ണിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി അല്ലെങ്കിൽ പ്രതിനിധി ലോകരാജ്യങ്ങൾക്ക് നേരെ, മൂന്നാമത്തെ ഒരു രാഷ്ട്രത്തിന് നേരെ ന്യൂക്ലിയർ ഭീഷണി മുഴക്കുന്നത് ആദ്യത്തെ സംഭവമാണ്. അസിം മുനീർ നമുക്കറിയാവുന്നതുപോലെ പാകിസ്ഥാനിലെ പവറിൻ്റെ കേന്ദ്രമാണ്. നമ്മളുടെയൊക്കെ രാജ്യത്തെ പോലെ തന്നെയാണ് പാകിസ്ഥാനിലെയും ഭരണ സംവിധാനങ്ങളുള്ളത്. ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റുകളുണ്ട്. അവിടുത്തെ സംസ്ഥാനങ്ങളെ പ്രോവിൻസുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പ്രോവിൻസുകൾക്കൊക്കെ മുഖ്യമന്ത്രിമാരുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ സിസ്റ്റം പോലെ അത് വർക്ക് ചെയ്യും. ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, അത് പാർലമെൻറ്റ്, അത് നോർമലായിട്ട് വർക്ക് ചെയ്യും. അവിടെ പ്രധാനമന്ത്രിയുണ്ട്, കൂടാതെ പ്രസിഡന്റുണ്ട്. ഇങ്ങനത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും പാകിസ്ഥാനിൻ്റെ നാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അവിടുത്തെ കരസേനയാണ്. 3 സേനാ വിഭാഗങ്ങളുണ്ടെങ്കിലും ശരി, കരസേനയുടെ മേധാവിക്കാണ് അധികാരം മുഴുവൻ. ഇവിടെ പാകിസ്ഥാനിലെ സർവാധികാരി എന്ന് പറയുന്നത് കരസേനാ മേധാവിയായിട്ടുള്ള അസിം മുനീറാണ്. അദ്ദേഹം പറയുന്നതിനപ്പുറത്തേക്ക് പാകിസ്ഥാനിൽ ഒന്നും സംഭവിക്കുകയില്ല. തോറ്റ ഒരു യുദ്ധത്തിന്റെ പേരിൽ ഫീൽഡ് മാർഷൽ സ്ഥാനം പിടിച്ചു വാങ്ങിയാണ് അദ്ദേഹം. ഇന്ത്യയുമായി കഴിഞ്ഞ നാളുകളിലുണ്ടായ യുദ്ധത്തിൽ പാകിസ്ഥാൻ തോറ്റമ്പി കാൽക്കൽ വീണ് യാചിച്ച് വെടിനിർത്തൽ വാങ്ങിയെടുത്തിട്ട് അദ്ദേഹം ഫീൽഡ് മാർഷൽ സ്ഥാനം രാജ്യത്ത് നിന്ന് പിടിച്ചു വാങ്ങിയതാണ്. അപ്പോൾ ആ ഒരു യുദ്ധം കൊണ്ട് പാകിസ്ഥാനിൽ ഗുണമുണ്ടായെന്ന് വെച്ചാൽ ഗുണമുണ്ടായി. ഒരാൾക്കേ ഗുണമുണ്ടായുള്ളൂ. ഗുണമുണ്ടായത് അസിം മുനീറിന് മാത്രമാണ്. അദ്ദേഹത്തിന് ഫീൽഡ് മാർഷൽ എന്നുള്ള സ്ഥാനം പതിച്ച് കിട്ടി എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഗുണം. അങ്ങനെ കിട്ടിയ ആ ഒരു സ്ഥാനവും നെഞ്ചിലേറ്റി ഇദ്ദേഹത്തെ ട്രംപ് വിളിച്ചപ്പോൾ ഇദ്ദേഹം ട്രംപിന്റെ വീട്ടിൽ ചെന്നു. ട്രംപ് കുറച്ച് കഞ്ഞി കൊടുത്തു. അത് കഴിഞ്ഞ ജൂൺ 18-നാണ്. ആ കഞ്ഞിയോടെ കുടിച്ചോടെ അദ്ദേഹത്തിന് ശൗര്യം ഇരട്ടിയായി. കാരണം അമേരിക്ക തന്നെ സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അദ്ദേഹം അവിടെ തന്നെ പ്രഖ്യാപിച്ചു അമേരിക്കയ്ക്ക് ട്രംപിന് ഒരു നോബൽ പ്രൈസ് കൊടുത്തേളാം, അദ്ദേഹം ഭയങ്കര സമാധാനവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഒരു പ്രഖ്യാപനവും നടത്തി. അദ്ദേഹം തിരിച്ചിങ്ങ് പോന്നു. അപ്പൊ അതിനു മുൻപ് തന്നെ ഇന്ത്യയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ട്രംപിന്റെ മക്കളൊക്കെ പാകിസ്ഥാനിൽ വരികയും ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അസിം മുനീറിനെ കാണുകയും അസിം മുനീറിന്റെ മക്കളും ട്രംപിന്റെ മക്കളും ചേർന്ന് പാകിസ്ഥാനിൽ ഏഷ്യയിലെ ക്രിപ്റ്റോ കറൻസിയുടെ ആസ്ഥാനം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ ട്രംപുമായി ഇദ്ദേഹത്തിന് ബിസിനസ് ബന്ധങ്ങളുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ രാജ്യത്തിനെ മറിച്ചു വിൽക്കേണ്ട ജോലിയും അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം വിചാരിക്കാം. എന്തായാലും ശരി, പാകിസ്ഥാനിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കോ പാകിസ്ഥാൻ പ്രസിഡന്റിനോ പാകിസ്ഥാൻ പാർലമെന്റിനോ മന്ത്രിമാർക്കോ ഒന്നും യാതൊരു റോളുമില്ല. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ട്രംപുമായി ഡീലൊക്കെ ഉറപ്പിക്കുന്നതും നമ്മളുടെ അസിം മുനീർ എന്ന് പറയുന്ന സുഹൃത്താണ്. ഈ സുഹൃത്ത് കഴിഞ്ഞ ദിവസം 2ാമത്തെ പ്രാവശ്യം അമേരിക്ക വിസിറ്റ് ചെയ്യുന്നു. അദ്ദേഹം അവിടെ ഫ്ലോറിഡയിൽ താമ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പാകിസ്ഥാൻ ബിസിനസ്സുകാരൻ, വലിയ ബിസിനസ് ടൈക്കൂണാണ്, അദ്ദേഹം സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നു. ആ ചടങ്ങിൽ ഏകദേശം 120ഓളം പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള പാകിസ്ഥാനികളാണ് പങ്കെടുത്തത്. അമേരിക്കയുള്ള പാകിസ്ഥാനികളാണ് പങ്കെടുത്തത്. അതിനകത്ത് ഒരു തരത്തിലുള്ള ഗാഡ്ജറ്റുകളും, അത് ക്യാമറ ആയിക്കൊള്ളട്ടെ, ഫോൺ ആയിക്കൊള്ളട്ടെ, അങ്ങനത്തെ ഒരു സാധനവും അതിനകത്ത് പ്രവേശിപ്പിക്കരുത് എന്ന കർശന നിർദ്ദേശമുണ്ടായിരുന്നു. അവിടെ വിരുന്നിനെ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകളെ എല്ലാവരെയും തന്നെ ദേഹപരിശോധനയ്ക്ക് വിധേയരാക്കിയ ശേഷമാണ് അകത്ത് കടത്തിയത്. പക്ഷേ അവരുടെ കൂട്ടത്തിൽ നമുക്ക് വിചാരിക്കാവുന്നതുപോലെ അസിം മുനീറാണല്ലോ ഈ പറയുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഗസ്റ്റ്. അപ്പൊ അദ്ദേഹം എന്താണ് സംസാരിക്കുന്നത് കേൾക്കുവാൻ വേണ്ടി ഇസ്രായേൽ ചാരന്മാർ അതിനകത്ത് നുഴഞ്ഞു കയറിയിരുന്നു. അവരാണ് ഇദ്ദേഹം അവിടെ പറഞ്ഞ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെ പറഞ്ഞത് പ്രധാനമായിട്ടും വി ആർ എ ന്യൂക്ലിയർ നേഷൻ. ഇഫ് വി തിങ്ക് വി ആർ ഗോയിങ് ഡൗൺ വി വിൽ ടേക്ക് ഹാഫ് ദ വേൾഡ് വിത്ത് അസ്. ഞങ്ങളൊരു ന്യൂക്ലിയർ രാജ്യമാണ്. ഞങ്ങളൊരു യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ് എന്ന് തോന്നിയാൽ ഞങ്ങൾ ലോകത്തിന്റെ പകുതിയും കൊണ്ടേ പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് ലോകത്തിന്റെ പകുതിയും കൊണ്ടേ പോകുള്ളൂ എന്ന് പറയുമ്പം മറ്റ് രാജ്യങ്ങളുടെ മേലെ കൂടി അദ്ദേഹം ഒരു ഭീഷണി എറിയുന്നുണ്ട്. ഇന്ത്യയിൽ ബോംബിട്ടാലും ഇന്ത്യക്ക് മാത്രമല്ല പ്രശ്നം, മറ്റു രാജ്യങ്ങൾക്കും അത് പ്രശ്നമാവും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ഇന്ത്യ തോൽപ്പിക്കാതെ നോക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ് എന്നൊരു സൂചന കൂടി അതിനകത്തുണ്ട് എന്ന് വേണം വിചാരിക്കാം. എന്തായാലും ശരി, അത് ഇന്ത്യക്ക് നേരെയുള്ള ഒരു ഡയറക്റ്റ് ന്യൂക്ലിയർ ത്രെട്ടാണ്. ഇന്ത്യയിൽ ന്യൂക്ലിയർ ബോംബിടും, ആറ്റം ബോംബിടും എന്നുള്ള ഒരു ഭീഷണി അദ്ദേഹം തുറന്ന് അവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ US-ന്റെ സോയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിക്കുന്ന വിഷയം, ഈ അസിം മുനീറിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന വിഷയം ഈ ഇൻഡസ് റിവർ ട്രീറ്റി, അത് ഇന്ത്യ ഇനി മാനിക്കുകയില്ല എന്ന് ഇന്ത്യ പറഞ്ഞൊരു വിഷയമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ഇൻഡസ് റിവർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കുടുംബ സ്വത്തൊന്നുമല്ല.
അത് ഞങ്ങളുടെ ജീവനാഠിയാണ്. അപ്പൊ ഈ വെള്ളം തടഞ്ഞു വെക്കുകയാണെങ്കിൽ 25 കോടി മനുഷ്യര് അവിടെ പട്ടിണി കിടന്ന് മരിക്കും. ആ യാഥാർത്ഥ്യം അപ്പോൾ അവർക്കറിയാം. അത് അറിഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ തീവ്രവാദികളൊക്കെ ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കുകയും എല്ലാ തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഇന്ത്യക്കെതിരെ ഉണ്ടാക്കുന്നത്. നമ്മൾ വെള്ളം കൊടുത്താലേ കുടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അറിയാം. എന്നിട്ട് പറയുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴുകി പോകുന്ന വെള്ളത്തെ തൂങ്ങിയിട്ട് നമ്മുടെ കുടുംബസ്വത്തല്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അത് അവരുടെ കുടുംബസ്വത്താണ് അത്രേ. ഈ ഇൻഡസ് വാലിയിലെ ജലം തടയാൻ വേണ്ടി ഇന്ത്യ ഡാം കെട്ടുകയാണെങ്കിൽ ഡാം പണി തീർന്ന ദിവസം 10 മിസൈലുകൾ അയക്കേണ്ട കാര്യമുള്ളൂ. ആ ഡാം പൊളിഞ്ഞ് പാകിസ്ഥാന് വെള്ളം കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ദൈവം അനുഗ്രഹിക്കുന്നതുകൊണ്ട് അവരുടെ ധാരാളം മിസൈലുകൾ സ്റ്റോക്ക് ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ 10 മിസൈൽ ഇങ്ങോട്ട് അയച്ച് ഇൻഡസ് വാലിയുടെ ആ ഡാം കെട്ടിത്തീരുന്ന ദിവസം, ഇൻഡസ് റിവറിന്റെ ആ ഡാം കെട്ടിത്തീരുന്ന ദിവസം അദ്ദേഹം 10 മിസൈലുകൾ അയച്ച് ആ ഡാം പൊളിക്കും. അപ്പൊ ആ ഡാം പൊളിച്ചു കഴിഞ്ഞാൽ ഡാമിൽ നിന്ന് റിലീസ് ചെയ്യുന്ന വെള്ളം ഇവരുടെ തലയിൽ വീഴും എന്ന് ചിന്തിക്കാനൊരു ബുദ്ധി ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് ഒരു മെച്ചമായിട്ട് വേണം നമ്മൾ കരുതാൻ. കാരണം ഒരു ഡാം നിറച്ച് വെള്ളം നിൽക്കുമ്പോൾ ആ ഡാമിന്റെ നേരെ മിസൈൽ അയച്ചു കഴിഞ്ഞാൽ ആ ഡാം ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ്, അതൊരു വാട്ടർ ബോംബാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ഇയാളുടെ തലച്ചോറിനകത്തില്ല എന്ന് ഇപ്പോഴും ഇല്ല എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അപ്പം ഇദ്ദേഹത്തിന്റെ സെക്കൻഡ് വിസിറ്റ് ആണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ. അപ്പൊ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം, അതിനിടയിലൂടെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ഇവിടുത്തെ ബിസിനസ് മാനായിട്ടുള്ള അംബാനിനെ തട്ടും എന്നുള്ളതാണ്. അപ്പം അംബാനി, അദ്ദേഹത്തിന് ഏത് തരത്തിലാണ് അംബാനിയോടുള്ള ശത്രുതയെന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. അപ്പൊ ഇന്ത്യയിലെ വലിയ ആനകളെ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, അത് ഖുറാന്റെ ഒരു 105-ാമത്തെ ചാപ്റ്റർ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ ഖുറാന്റെ 105-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഏതോ ഒരു യുദ്ധത്തില് നബിക്കെതിരെ വന്ന ആനകളുമായി വന്ന ഒരു സംഘം പടയാളികളെ പിന്നെ പക്ഷികളെ അയച്ച്, പക്ഷികളുടെ കല്ല് കൊടുത്തയച്ച് ആ കല്ല് പക്ഷികൾ ഈ ആനയുടെ മുകളിലിട്ടപ്പം ആന വൈക്കോല് പോലെ ശോഷിച്ചു വീണ് ചത്തുപോയി എന്നാണ് അത്ര ആ ചാപ്റ്ററിൽ പറയുന്നത്. ഞാൻ ഇപ്പോഴത് വായിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും അങ്ങനെ പറയുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ ഇന്ത്യയിലെ ബിസിനസ് ടൈക്കൂണായിട്ടുള്ള അംബാനിയെ അദ്ദേഹം ഇങ്ങനെ തീർത്തുകളയും എന്ന ഒരു ഭീഷണിയും അതിനിടയിലൂടെ അദ്ദേഹം മുഴക്കിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് പ്രധാനമായിട്ടുള്ള രോഗം അസൂയയാണെന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് നിശ്ചയമായും ഇപ്പോൾ ക്യാപിറ്റലിസ്റ്റ് രീതിയിലുള്ള ഇക്കോണമിയാണ്. അപ്പൊ ഇവിടുത്തെ ഇത്തരം വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ് രാജ്യത്തിന്റെ ഇക്കോണമിയെ മുന്നോട്ട് നയിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ഇവരെ പോലത്തെ ആളുകളെ കൊന്ന് ഇന്ത്യയെ തകർത്ത് കളയും എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. ഇദ്ദേഹം പറയുന്നു അവർ ഈസ്റ്റിൽ നിന്നാണ് തുടങ്ങുക. ദാറ്റ് മീൻസ് ബംഗ്ലാദേശിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യും എന്നൊരു സൂചനയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ഈസ്റ്റിൽ നിന്ന് തുടങ്ങി ഞങ്ങൾ വെസ്റ്റിലേക്ക് വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ബംഗ്ലാദേശിന്റെ അവിടെ നിന്ന് ഇങ്ങനെ കയറി ഇന്ത്യയുടെ സെൻട്രലിലൂടെ കടന്ന് ഞങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങി വന്ന് ഇന്ത്യയെ മൊത്തമായിട്ട് അങ്ങ് തീർത്ത് കളയും എന്നാണ് അദ്ദേഹത്തിന്റെ മനോഹരമായ നടക്കാത്ത സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടത്. പക്ഷെ അതിനിടയിലൂടെ അദ്ദേഹം ഒരു അവസാനം ഭാഗത്ത് അദ്ദേഹം ഒരു ഉപമ പറഞ്ഞു. അത് വളരെ ശരിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഉപമ ഇതാണ്: ഇന്ത്യ ഭയങ്കര ഷൈനിങ് മേഴ്സഡേഴ്സ് ആണ്, നമ്മളൊരു പാട്ട ലോറിയാണ്. അപ്പം അദ്ദേഹമായ ഇന്ത്യ രണ്ട് രാജ്യങ്ങളുടെയും ക്ലൗട്ടുകളെ കുറിച്ചുള്ള ഒരു കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. അപ്പൊ നമ്മളുടെ ഇക്കോണമിയും നമ്മളുടെ പ്രതിരോധവും ഇവിടുത്തെ ഗവേണൻസും ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിലെ സമാധാനവും പെർ ക്യാപിറ്റ ഇൻകവും എല്ലാം കൂടി വെച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യ ഒരു മെഴ്സഡസ് ബെൻസ് ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു മെഴ്സഡസ് ബെൻസ് ആയിട്ടുള്ള സ്ഥാനത്ത് അദ്ദേഹം പാകിസ്ഥാനെ കാണുന്നത് ഒരു പൊളിഞ്ഞ ചപ്പടാച്ചി ട്രക്കായിട്ടാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് നമ്മളൊരു പൊളിഞ്ഞ ചപ്പടാച്ചി ട്രക്കാണപ്പ, പക്ഷെ ഈ ചപ്പടാച്ചി ട്രക്ക് മെഴ്സഡസ് ബെൻസിന്റെ മേലെ ഇടിച്ചു കഴിഞ്ഞാൽ ആ കാറിന്റെ കാര്യം എന്താകുമെന്നും ചിന്തിക്കുന്നത് നല്ലതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം പാകിസ്ഥാൻ എന്ന ചപ്പടാച്ചി ട്രക്ക് ഇന്ത്യ എന്ന ബെൻസ് കാറിന്റെ മേലെ ഇടിച്ച് ഇന്ത്യയെ വികൃതമാക്കി കളയും എന്നൊരു സൂചനയോടെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യ പറഞ്ഞത് ഇത് പാകിസ്ഥാൻ ഒരു ഇറസ്പോൺസിബിൾ ന്യൂക്ലിയർ നേഷൻ ആണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മളിത് വീണ്ടും ആവർത്തിക്കുന്നു. അതായത് പാകിസ്ഥാന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഇരിക്കുന്നത് ഒരിക്കലും സേഫ് അല്ല. അവരത് ആർക്കെതിരെയും എപ്പോൾ വേണമെങ്കിലും പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. ന്യൂക്ലിയർ വെപ്പൺ എന്നുള്ളത് എൻഡ് പോയിന്റ് ആണ്. അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പാണ്. അവരുടെയും മാത്രമല്ല ന്യൂക്ലിയർ വെപ്പൺ ഉള്ളത്. സ്വാഭാവികമായും അവർ ന്യൂക്ലിയർ വെപ്പൺ എടുത്ത് പ്രയോഗിച്ചാൽ അതൊരു ന്യൂക്ലിയർ വാറായി മാറുകയും മറ്റു രാജ്യങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുകയും ചെയ്യും. സ്വാഭാവികമായും അത് ലോകാവസാനത്തിൽ കലാശിക്കും. അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യും എന്ന് ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തുന്ന ഈ രാജ്യം ഇറസ്പോൺസിബിൾ ന്യൂക്ലിയർ നേഷനാണ്, വിക്കറ്റ് നേഷനാണ്, തെമ്മടി രാജ്യമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ന്യൂക്ലിയർ പവർ ലോകരാജ്യങ്ങൾ ചേർന്ന് നള്ളിഫൈ ചെയ്യേണ്ടതുണ്ട്. അവരുടെ ന്യൂക്ലിയർ വെപ്പൺ പിടിച്ചു വാങ്ങി വെക്കേണ്ടതുണ്ട് എന്നാണ് ഇന്ത്യ പറഞ്ഞ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇൻഡസ് റിവറിന്റെ വെള്ളം
നമ്മളുടെ ഫാമിലി പ്രോപ്പർട്ടി അല്ല എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അപ്പൊ ഇന്ത്യ പറഞ്ഞു കാശ്മീർ നിങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടി അല്ല, കാശ്മീർ ഞങ്ങളുടേതാണ്, നിങ്ങളത് പിടിച്ചെടുത്തതാണ്. അപ്പൊ ആ കാശ്മീരെ കൊണ്ട് തിരിച്ചു തന്നിട്ട് കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ മതി എന്നാണ് ഇന്ത്യ അതിനെ സംബന്ധിച്ചുള്ള മറുപടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെയൊക്കെ ഇതൊക്കെ പറയാൻ ഇപ്പോൾ ഈ ആസിം മുനീറിന് ധൈര്യം നൽകുന്നത് ഈ ട്രംപിന്റെ ചില പ്രവൃത്തികളാണ്. നമുക്കെതിരെ ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും ട്രംപ് ഇന്ത്യയുടെ വലിയ മുന്തിയ ശത്രുവായിപ്പോയി, അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനെ എടുത്ത് ട്രംപ് ഒക്കത്ത് വെച്ച് ഇനി ഓമനിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കും എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും. വാസ്തവത്തിൽ ട്രംപിന്റെ കണ്ണെവിടെയാണെന്ന് ട്രംപിന്റെ വാക്കുകളിൽ തന്നെ വളരെ വ്യക്തമാണ്. ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാന്റെ ഓയില് ഇന്ത്യയെ കൊണ്ട് വാങ്ങിപ്പിക്കും. പാകിസ്ഥാനിൽ എവിടെയാണ് ഓയിൽ കിടക്കുന്നത്? പാകിസ്ഥാനിൽ ഓയിലുള്ളത് ബലൂചിസ്ഥാനിലാണ്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ 43% ഏരിയ വരുന്ന പ്രദേശമാണ്. അത് മിനറൽ റിച്ച് ആണ്, ഓയിൽ റിച്ച് ആണ്, ഗ്യാസ് റിച്ച് ആണ്. അത്രയും മനോഹരമായ ഒരു പ്രദേശം കയ്യിലുണ്ടായിട്ടും പാകിസ്ഥാൻ ഇപ്പോഴും പൊളിഞ്ഞടുങ്ങിയ ഒരു ട്രക്കാണ് എന്ന് ഇദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ഒന്നിച്ച് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങളല്ലേ? ഇന്ത്യയിലെ കഴിഞ്ഞും ഫലഭൂഷ്ടമായ സ്ഥലങ്ങള് പഞ്ചാബ്, സിന്ധ് അവരുടെ കയ്യിലായിരുന്നില്ലേ? ഇന്ത്യയിൽ ഏറ്റവും ഫലഭൂഷ്ടമായ പ്രദേശങ്ങൾ അവരുടെ കയ്യിലായിരുന്നില്ലേ? എന്തുകൊണ്ട് ഇന്ത്യയുടെ അടുത്തെത്തുന്ന ഒരു രാജ്യമായി, അല്ലെങ്കിൽ ഇന്ത്യയുടെ നേരെ നോക്കാൻ പറ്റുന്ന ഒരു രാജ്യമായി നിൽക്കാൻ ഇന്ന് പാകിസ്ഥാന് സാധിക്കുന്നില്ല? ബംഗ്ലാദേശിനെ കഴിഞ്ഞും തകർന്നു പോയ രാജ്യമായി എങ്ങനെ പാകിസ്ഥാൻ അധപ്പതിച്ചു എന്ന് അദ്ദേഹത്തിന്റെ മതഭ്രാന്തിലൂടെ ഒന്ന് താഴോട്ട് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവും. ഇന്ത്യ മുന്നോട്ട് വന്നത് ഇന്ത്യയിൽ മതഭ്രാന്തി ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ത്യക്ക് മുന്നോട്ട് വന്ന് ഇന്ത്യയിൽ ശക്തമായ ജനാധിപത്യം ഉള്ളത് കൊണ്ടാണ്. ഇന്ത്യയിൽ ഒരിക്കലും ഒരു പട്ടാള ഭരണം വന്നിട്ടില്ല. എത്ര തവണ പാകിസ്ഥാനിൽ പട്ടാള ഭരണം ഉണ്ടായി? നാളെ ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആസിം മുനീർ ആയിരിക്കും എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്ക് എത്ര നാളത്തേക്ക് ആയുസ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. വിത്തിൻ 1 or 2 years ആസിം മുനീർ പ്രധാനമന്ത്രിയുടെ കസേരയിൽ കയറിയിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഒന്നുകിൽ ഒരു പട്ടാള വിപ്ലവത്തിലൂടെ അല്ലെങ്കിൽ അടുത്ത ഇലക്ഷനിലൂടെ അയാളാവും അടുത്ത പ്രധാനമന്ത്രി എന്നുള്ളത് ഉറപ്പാണ്. അവിടെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പുകൾ നടക്കാറില്ല, അവിടെ സ്വതന്ത്രമായ ഭരണം നടക്കാറില്ല. അഴിമതി 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 മാത്രം. അങ്ങനെയാണ് രാജ്യം തകർന്നു പോയത്, മെലിഞ്ഞു പോയത്. ഇപ്പോഴും ഈ ബലൂചിസ്ഥാനിലെ റിസോഴ്സസ് ഇവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഈ ബലൂചിസ്ഥാനിലെ റിസോഴ്സസിന് മേലെ കണ്ണു വെച്ചുകൊണ്ട് ചൈന അവിടെ പ്രവേശിച്ചിട്ടുണ്ട്. $2 ട്രില്യൺ. $1 ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം കോടി ഡോളറാണ്. $2 ട്രില്യൺ ചൈന പാകിസ്ഥാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചൈന വെറുതെ അല്ലത് ഇൻവെസ്റ്റ് ചെയ്തത്. ചൈനയുടെ ഹൈവേകൾ പണിതതും ചൈനയുടെ പോർട്ട് പണിതതും ഒക്കെ ബലൂചിസ്ഥാനിലെ ഈ മിനറൽ റിസർവും ഓയിൽ റിസർവും ഗ്യാസ് റിസർവും കണ്ടുകൊണ്ടാണ്. ആ റിസർവിന്റെ മേലെ കണ്ണുവെച്ചുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത്. ആ റിസർവിൽ നിന്ന് ഓയിൽ ഉണ്ടാക്കി ഇന്ത്യക്ക് വിൽക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. വില കുറച്ച് കിട്ടിയാൽ നമ്മൾ വാങ്ങിക്കും, നമുക്കെന്താ പ്രശ്നം? പാകിസ്ഥാനിൽ നിന്ന് കിട്ടുന്ന ഓയിൽ എന്താ വില അയിത്തമുണ്ടോ? റഷ്യ തരുന്നതിനെ കഴിഞ്ഞ് വില കുറച്ച്, ഇറാൻ തരുന്നതിനെ കഴിഞ്ഞ് വില കുറച്ച് പാകിസ്ഥാനിൽ നിന്ന് ട്രംപ് ഓയിൽ തന്നാൽ നമ്മൾ വാങ്ങിക്കും, നമുക്ക് യാതൊരു പ്രശ്നമില്ല. ട്രംപ് കുഴിച്ചെടുക്കട്ടെ. ബലൂചിസ്ഥാൻ ട്രംപിന്റെ കയ്യിലിരിക്കും. അതിനുവേണ്ടിയാണ് ട്രംപ് വന്നത്. പക്ഷെ അവിടെ ചൈന എന്ന് പറഞ്ഞൊരു ശത്രു നിപ്പുണ്ട്. കാരണം അവർ ഓൾറെഡി $2 ട്രില്യൺ വലിയ തുകയാണ്, വലിയ തുക മുടക്കി കാത്തിരിക്കുന്ന ഒരു ട്രഷറിന്റെ മേലെയാണ് ഇപ്പോൾ ട്രംപ് വന്ന് കണ്ടുവച്ചിരിക്കുന്നത്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും. പാകിസ്ഥാൻ കളിക്കുന്നത് ഞാനിന്മേൽ കളിയാണ്. ആ കോൺഫ്ലിക്റ്റിന്റെ ഇടയിൽപ്പെട്ട് പാകിസ്ഥാൻ ഞെരിഞ്ഞമർന്ന് ചത്തു പോകാതിരുന്നാൽ മതി. കാരണം പാകിസ്ഥാന്റെ വിചാരം ഇതെന്തോ എളുപ്പമുള്ള പരിപാടിയാണെന്നുള്ളതാണ്. ട്രംപിന് അവരോടൊന്നും സ്നേഹം, ട്രംപിന് ആരോടും ഒരു സ്നേഹമില്ല. ട്രംപിന് സ്നേഹമുള്ളത് അത് കഴുകന്റെ സ്നേഹമാണ്, മാംസം ഭക്ഷിക്കാനുള്ള സ്നേഹമാണ്. അദ്ദേഹത്തിന് എന്ത് മുതൽ കിട്ടും, നമ്മുടെ രാജ്യത്ത് എന്ത് കിട്ടുന്നത് അദ്ദേഹം നോക്കി. അവിടുന്ന് ജനിതക വിത്തുകളും അതുപോലെയുള്ള പച്ചക്കറികളും അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളും നമ്മുടെ നാട്ടിൽ വിൽക്കാൻ പറ്റുമോ? അവരുടെ നാട്ടിൽ വിൽക്കാൻ പറ്റാത്ത സാധനം നമ്മുടെ നാട്ടിൽ വിൽക്കാൻ പറ്റുമോ നോക്കി. നടക്കൂലെന്ന് കണ്ടപ്പം നമ്മളോട് ദേഷ്യമായി. അത്രേ ഉള്ളൂ. അദ്ദേഹം കുറച്ചാൾ പല്ലി കടിച്ച് നടക്കട്ടെ. അദ്ദേഹം പല്ലി കടിച്ചാൽ അദ്ദേഹത്തിന്റെ പല്ലേ പൊട്ടത്തുള്ളൂ. 150 കോടി ജനത്തിന്റെ മാർക്കറ്റ് അപ്പോഴും ഇവിടെ ബാക്കിയുണ്ട്. അത് വേണ്ടെന്ന് വെക്കാൻ ഒരിക്കലും അമേരിക്കയ്ക്കാവില്ല. അമേരിക്ക തന്നെ താണ് വരും. ഇന്ത്യ പോയിട്ട് കാലേ വിടാൻ നിൽക്കേണ്ട കാര്യമില്ല. കാരണം പാകിസ്ഥാനല്ല ഇന്ത്യ. ഇന്ത്യക്ക് അമേരിക്കയുടെ ഒരു അലയൻസ് അല്ലെങ്കിൽ നിവർന്നു നിൽക്കാൻ പറ്റാത്ത യാതൊരു സാഹചര്യവും നിലവിലില്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വടിയെ പിടിച്ചോണം. നിങ്ങൾക്ക് ചൈന എന്ന വടി അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന അല്ലെങ്കിൽ അമേരിക്ക എന്ന വടിയെ പിടിച്ചോണ്ട് അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ആ വടി പിടിച്ച് നിൽക്കുന്നതിന്റെ ഇടയിലൂടെ ഏത് വടിയാണ് ഇവന്റെ തലക്കിട്ട് വന്ന് വീഴാൻ പോകുന്നത് നോക്കിയാൽ മതി. ആസിം മുനീർ ഞെളിയുന്നതിനകത്ത് യാതൊരു കാര്യവും ഇല്ല. വെറുതെ ഞെളിയാന്നേ ഉള്ളൂ. കൂടുതൽ ഞെളിഞ്ഞാൽ നടുവൊടിയും എന്നുള്ളത് പണ്ട് കാരണവന്മാർ പറയുന്ന ഒരു വിഷയമാണ്. അതിനിടയിലൂടെ കഴിഞ്ഞ ദിവസം ഇവരുടെ വിദേശകാര്യമന്ത്രിയാണ് പറഞ്ഞത് പാകിസ്ഥാനിൽ എന്തെങ്കിലും തരത്തിൽ ജീവിക്കാൻ നിവൃത്തിയുള്ള ആളുകൾ യൂറോപ്പിലേക്ക് കുടിയേറുകയാണ്, കുടുംബസമേതം കുടിയേറുകയാണ്. കാരണം പാകിസ്ഥാന്റെ ഗതി ഇതാന്നുള്ളത് വിവരമുള്ളവർക്ക്, പാകിസ്ഥാനിൽ ജീവിക്കുന്ന വിവരമുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് 1000 ആളുകളാണ് പാകിസ്ഥാൻ സിറ്റിസൺഷിപ്പ് വേണ്ട എന്ന് വെച്ചുകൊണ്ട് പോർച്ചുഗലിലേക്ക് കുടിയേറിയതെന്നൊരു കണക്ക് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പുറത്തുവിട്ടിട്ടുണ്ട്. പോർച്ചുഗലിന്റെ കാര്യം പോക്കാണെന്നല്ലാതെ പാകിസ്ഥാൻ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. കാരണം ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ് വാസ്തവമെന്നും തിരിച്ചറിയുക.